ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തിയ കാര്യവും പറഞ്ഞുകൊണ്ട് ശ്രുതി ചെന്ന് നിന്ന് ചന്ദ്രമതിയുടെ മുന്നിൽ കരച്ചിൽ. അപ്പോൾ ആരാ ശ്രുതി ഈ കാര്യമൊക്കെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല അവരാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മയെയും അതുപോലെ ലക്ഷ്മിയെയും രേവതിയെയും ഒക്കെ കാണിച്ചു കൊടുക്കുവാണ് ശ്രുതി നിന്ന് ഭയങ്കര കരച്ചിലാട്ടോ. ആ സമയത്ത് ആരാ ഇവിടെ എന്തായത്, അല്ലെങ്കിൽ ആരാ ഇപ്പോൾ ഈ വിഷയം ഇവിടെ എടുത്തിട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ചെന്നപ്പോൾ, ചേച്ചിയും ശ്രുതി ഈ വേഷത്തിൽ കാണണമെന്ന് അവളുടെ അച്ഛൻ ആഗ്രഹം കാണില്ലേ, അതുകൊണ്ടൊന്ന് വിളിക്കാൻ പറഞ്ഞതാണെന്ന് ലക്ഷ്മി പറഞ്ഞപ്പം ആഗ്രഹം ഉണ്ടെന്ന് അയാൾ നിന്നോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു ചന്ദ്രേ, ലക്ഷ്മി അങ്ങനെ പറഞ്ഞു, അതിനിപ്പോൾ എന്താ എത്ര കുഴപ്പം, ഇവളെന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് അച്ചമ്മയോട് അന്നേരം ചോദിക്കുവാണ് ഈ ചന്ദ്ര. അപ്പം നല്ലൊരു ദിവസമായിട്ട് ശ്രുതിയെ കരയിച്ചില്ലേ എന്ന് ചോദിച്ചു ചന്ദ്രമതി. ഇവർ മനഃപൂർവ്വം ചെയ്തതാണെന്നും പറഞ്ഞു. ശ്രുതിയുടെ കരച്ചിൽ കാണണം, ഇവളിപ്പോൾ അച്ഛനെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അനുഗ്രഹം വാങ്ങിച്ചാലും ഇല്ലെങ്കിലും നിനക്കെന്താണെന്ന് ചന്ദ്രമതി ലക്ഷ്മിയോട് ചോദിക്കുക. അപ്പോൾ അതൊക്കെ കേട്ട് ഇവർ ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. അന്ന് വീട്ടിൽ വെച്ച് നീ ഇവളോട് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു, അതെനിക്കറിയാം, നിൻ്റെയൊക്കെ കുശുമ്പ എനിക്കറിയാം. നീ എന്തിനാ ഇവളുടെ പുറകെ വന്ന് ഇവളിങ്ങനെ ദ്രോഹിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? ഈ വിവാഹം നടക്കരുതെന്നാണോ നിന്റെ മനസ്സിൽ? അയ്യോ ചേച്ചി, അങ്ങനെയൊന്നും പറയരുതെന്ന് ലക്ഷ്മി അന്നേരം പറഞ്ഞു. നിന്റെ മകള് പറഞ്ഞിട്ടാണോ നീ ശ്രുതിയെ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പം ചന്ദ്രേ നിർത്താൻ പറഞ്ഞു. നിന്റെ അഹങ്കാരം നിർത്താൻ അച്ചമ്മ പറഞ്ഞു. രേവതിയെ തൊട്ടപ്പോൾ അച്ചമ്മ വിട്ടുകൊടുത്തില്ല കേട്ടോ. ലക്ഷ്മി മാത്രമല്ല, ഞാനും ശ്രുതിയോട് പറഞ്ഞതാണെന്നും പറഞ്ഞ് നമ്മുടെ അച്ചമ്മ അങ്ങ് പറയുക. നീ ഇങ്ങനെയൊക്കെ പറയാനും മാത്രം എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായത്? നമ്മുടെ കാര്യത്തിൽ ഇവളെന്തിനാ ഇടപെടുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി, വിവാഹം കഴിഞ്ഞതിന് ശേഷം വിളിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ നമ്മുടെ അവരുടെ എന്നൊന്നുമില്ല, എല്ലാവരും ഇപ്പോൾ ഒരു കുടുംബമാണ് നമ്മുടെ അച്ചമ്മ ചന്ദ്രമതിയോട് പറഞ്ഞു. അങ്ങനത്തെ അയ്യോ ശ്രുതിയുടെ കുറച്ചില്ല. അപ്പോൾ ശ്രുതി കണ്ണു തുറക്കി ശ്രുതി എന്നും പറഞ്ഞുകൊണ്ടാണ് നിന്ന് ശ്രുതി പറയുക. ചന്ദ്രമതിയുടെ ഈ അഹങ്കാരം കണ്ടിട്ട് അച്ചമ്മ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു. ശ്രുതി കരയാൻ മാത്രം ഇപ്പം ഇവിടെ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവരുടെ കള്ളക്കളിക്ക് കുറച്ചൊരിത്, ഇങ്ങനെ ഒരു സമയം ആയതിനാൽ ഞാൻ കൂടുതലൊന്നും നിന്നോട് പറയുന്നില്ല. രണ്ടുപേരും മണ്ഡപത്തിലേക്ക് വരാൻ പറഞ്ഞ അച്ചമ്മ ശ്രുതിക്കിട്ടുള്ള നല്ല കൊട്ട് തന്നെ അങ്ങ് കൊടുത്തു. എന്നിട്ട് രണ്ടെണ്ണത്തിനെയും കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. അങ്ങനെ അവരവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും പാവങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രമതി അവിടെ നിൽക്കുക കേട്ടോ. നിങ്ങൾ അമ്മയും മകളും എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? ഈ കല്യാണം സന്തോഷത്തോടെ നല്ല രീതിയിൽ നടക്കരുതെന്നാണോ നിൻ്റെയും നിൻ്റെ അമ്മയുടെയും മനസ്സിലെന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല, കല്യാണം നല്ല രീതിയിൽ നടക്കണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ മനസ്സിലെന്ന് രേവതി ചന്ദ്രമതിയോട് പറഞ്ഞു. അപ്പോൾ അതേതായാലും മനസ്സിലായി നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. ഇനി ശ്രുതിയോട് സംസാരിക്കരുതെന്ന് പറഞ്ഞേക്കണം നിൻ്റെ അമ്മയോട്. സംസാരിച്ചാൽ എല്ലാത്തിനെയും പിടിച്ച് പുറത്തിടും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞിട്ട് പോവുക. മനുഷ്യൻ്റെ സന്തോഷം കെടുത്താനായിട്ട് വലിഞ്ഞു കയറി വന്നിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചന്ദ്രമതി പോയി. രേവതി അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മീരയും അതുപോലെ ശ്രുതിയും കൂടെ നിന്ന് സംസാരിക്കുക. നീ ടെൻഷൻ ആവല്ലേ, ഒരു തടസ്സം ഉണ്ടാവില്ല, കല്യാണം നന്നായി നടക്കുമെന്നും പറഞ്ഞു. അപ്പം നവീൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് അവൻ ഇനി വരില്ലെന്നാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരം പറഞ്ഞു മീര. ഒരുപക്ഷെ വന്നാൽ നമുക്ക് അന്നേരം എന്തെങ്കിലും നോക്കാം, നീ ടെൻഷൻ ആവല്ലേ എന്ന് പറഞ്ഞു. എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ അവനെ തല്ലിയ മറ്റെല്ലാവരും ചേർന്ന് അവനെ അടിച്ചോളും, അപ്പോൾ അവനിവിടെ നിന്ന് ഓടിപ്പോയിക്കോളുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നിൻ്റെ ഐഡിയ കൊള്ളാം, പക്ഷെ വർക്കൗട്ട് ആകുമെന്ന് ചോദിച്ചു മീര. ആകുമെന്ന് ശ്രുതിയും. അപ്പോൾ ശരിയെന്നാൽ ഞാൻ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് മീര അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നു. പെട്ടെന്ന് ഈ മീര ശ്രുതിയുടെ സാരി പിടിച്ചു കൊടുക്കുന്ന പോലെ ഇങ്ങനെ അഭിനയിച്ചവനെ കണ്ടപ്പം ഇവൻ ഓടി വന്നിട്ട് ശ്രുതിയുടെ സാരിയുടെ തുമ്പ് പിടിച്ചു കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ വേണ്ട ശ്രുതി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ വേണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി സാരിയുടെ ഈ താഴേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടുകൊണ്ടാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി എന്നും പറഞ്ഞിങ്ങനെ വിളിക്കുന്നു. അപ്പോൾ ഭാമയും ഇത് കാണുക കേട്ടോ. ഇത് കണ്ടപ്പോൾ അവരെ ഞെട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി നീ എന്ത് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഈ കാണിക്കുന്നതൊക്കെ ഇപ്പോഴാണോ? കല്യാണം കഴിഞ്ഞിട്ട് മതി, വാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാം. മോനെ ഇവനൊരു കഥയില്ലാത്തവനാ, മോളത് കാര്യമാക്കണ്ട കേട്ടോ, വാടാ വാ എന്നും പറഞ്ഞ് അമ്മ വിളിച്ചുകൊണ്ട് പോണു. ഈ സമയത്താണെങ്കിൽ ശ്രുതി എൻ്റെ ഭഗവതി ഈ കല്യാണം നല്ല രീതിയിലൊന്നും നടത്തി തരണേ, തടസ്സമൊന്നും ഉണ്ടാക്കരുതേ എന്നൊക്കെ പറഞ്ഞ് 100 പ്രാർത്ഥനയും കാര്യങ്ങളും. അങ്ങനെ ശ്രുതി കരച്ചിലും പ്രാർത്ഥനയായിട്ട് അവിടെ നിൽക്കുന്നു. പിന്നെ സച്ചിയും അതുപോലെ നവീനും കൂടെ പോകുക. അപ്പോൾ ഇന്നേ വരെ അവളുടെ ഫോണിലുള്ള ഫോട്ടോ കണ്ടാണ് ഞാൻ രസിച്ചതെന്നും അതുപോലെ ഇന്ന് ഞാൻ അവളെ നേരിട്ട് കണ്ട് രസിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ സച്ചി കേൾക്കുമല്ലേ. ഇന്നത്തെ ദിവസമേ നമ്മുടേതാടാ, നീ ടെൻഷൻ ആവണ്ടടാ എന്നൊക്കെ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നത്. എന്നിട്ട് സച്ചിയോട് പറയാം, മാഷേ ഒരു നല്ല പ്രണയഗാനം വയ്ക്കുക. അപ്പോൾ സ്പീക്കർ കംപ്ലൈൻറ്റാ സാറേ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, അതൊക്കെ ശരിയാക്കണ്ടേടോ എന്ന് ചോദിച്ചുകൊണ്ട് നവി. ശരി
ഞാൻ എൻ്റെ ഫോണിൽ പാട്ട് കേട്ടോളാവെന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ നവീൻ പാട്ടൊക്കെ വെക്കും. അത് നല്ല പ്രണയഗാനം. ഇതൊക്കെ കേട്ടിട്ട് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഈ പാട്ടൊക്കെ കേട്ട് എന്നെ പെട്ടെന്ന് അവിടെ എത്തിച്ചാൽ നിനക്ക് ഞാൻ എക്സ്ട്രാ പൈസ തരും എന്ന് പറഞ്ഞപ്പം എക്സ്ട്രാ പൈസ ഒന്നും വേണ്ട, പറഞ്ഞ കാശ് തന്നാൽ മതി എന്ന് പറയുവാണ് സച്ചിൻ. ഇത് സ്കൂൾ ഏരിയ ആണെന്നും ഈ സ്പീഡിൽ ഇവിടെ പോകാൻ പാടുള്ളൂ എന്നും സച്ചി പറഞ്ഞു. ഓ അങ്ങനെയുണ്ടല്ലേ എന്ന് പറഞ്ഞ് നവീൻ ഇരിക്കുന്നു. നവീൻ പിന്നെ പാട്ട് വെക്കലോ പാട്ട് വെക്കല്. എന്നിട്ട് കൊച്ചു കള്ളി എന്നൊക്കെ പറഞ്ഞ് ഈ ഫോട്ടോയിൽ നോക്കിയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ എന്നിട്ട് നമ്മുടെ സച്ചി ശ്രദ്ധിക്കുന്നുണ്ടേ. അത് കഴിയുമ്പോൾ പിന്നെ അവിടെ മണ്ഡപത്തിലെ കാര്യങ്ങൾ ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും, പെണ്ണും ചെറുക്കനും വരുന്നു, ഫോട്ടോ എടുക്കുന്നു, അങ്ങനെ അതേ എല്ലാം റെഡി ആകുന്നു. ചന്ദ്രമതി എല്ലാത്തിനും മുന്നിൽ നിന്ന് എല്ലാം അങ്ങനെ അങ്ങ് നടത്തുന്നു. ഇരിക്കുന്നവരെയൊക്കെ തൊഴുത് എല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കുന്നു. സമയത്ത് നമ്മുടെ ശ്രീ അവിടെ ഫോട്ടോ എടുക്കുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടലും ചടങ്ങുകളും കാര്യങ്ങളും, അങ്ങനെ അവിടെ പാട്ടും കുരവയും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കുക കേട്ടോ. എന്തായാലും കല്യാണം വേഗം തന്നെ നടക്കുവാണ്. അപ്പോൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീ ഇതെല്ലാം ഇങ്ങനെ എല്ലാവരും കാണിച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ മാലയും അതുപോലെ താലിയും ഇതൊക്കെ ഇങ്ങനെ കിടന്നപ്പോൾ നമ്മുടെ ശ്രുതിയുടെ കഴുത്തിൽ നിന്ന് അതൊക്കെ നേരെ ഇടാനായിട്ട് രേവതി നോക്കി. അപ്പോഴേക്കും ചന്ദ്രമതി ഇടയ്ക്ക് കയറി, നീ എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ മാല നേരെ ഇടാൻ നോക്കിയതാണെന്ന് പറഞ്ഞപ്പം ഞാൻ ശരിയാക്കിക്കോളാം, നീ തൊടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയാം, നീ തൊട്ടതൊന്നും വിളങ്ങില്ല, നാശാകും, ദൂരെ പോ എന്നും പറഞ്ഞുകൊണ്ട് ഇതേ നമ്മുടെ രേവതിയെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുക ചന്ദ്രമതി. അമ്മേ, ഈ മാല ഞാനും അമ്മയല്ലേ കെട്ടിയതെന്ന് ചോദിച്ചപ്പം അത് നിന്റെ പൂക്കടയിൽ ഇരിക്കുമ്പോൾ ഇതിപ്പോഴേ ഇവരുടെ കഴുത്തിലാവുള്ളതെന്നും പറഞ്ഞ് ചന്ദ്രമതി രേവതിയോട് പറയുന്നു. രേവതിയെ അപമാനിക്കാവുന്നതിൻ്റെ മാക്സിമം ഈ തള്ളയിട്ട് അപമാനിച്ചുകൊണ്ടിരിക്കുക. മണ്ഡപത്തിൽ വെച്ച് പൂജാരി പൂജിച്ച മാലയ ഇത്, നീ തൊട്ടത് അശുദ്ധമാക്കരുത് എന്ന് രേവതിയോട് ചന്ദ്രമതി പറയുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്രുതിയും ഇങ്ങനെ വിഴുങ്ങസ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. രണ്ടുപേരും നല്ല രീതിയിലൊന്ന് ജീവിച്ചോട്ടെ, നീ അവരുടെ ജീവിതം നാശമാക്കരുത്, നീ തൊട്ട് നിന്റെ രാശി ഇവർക്ക് നീ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയോട് പറയുന്നു ചന്ദ്രമതി. അതൊക്കെ കേട്ട് ഇവരമ്പരപ്പോട് നിൽക്കുക കേട്ടോ. നീ ഇവിടെ നിൽക്കണ്ട, ദൂരെ എവിടെയെങ്കിലും പോയി മാറി നിൽക്കാൻ പറഞ്ഞത് രേവതിയെ മണ്ഡപത്തിൽ നിന്ന് ഓടിച്ചു വിടുവാണേ. അങ്ങനെ നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. അപ്പോൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന രേവതിയെ കണ്ടപ്പോൾ ലക്ഷ്മിയും അനിയത്തി ഓടിച്ചെന്നു. എന്തു പറ്റിയെന്നും ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോകുമ്പോൾ മോളെ നീ ഇത് എവിടെ പോവാണെന്ന് ചോദിച്ചു. എന്നിട്ട് പിന്നെ ഒന്നും പറയാതെ നമ്മുടെ രേവതി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും പിന്നെ അവിടെ മാല ശരിയാക്കലോ താലി ശരിയാക്കലോ എന്തൊക്കെയാണോ ചന്ദ്രമതി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ ആളായിക്കൊണ്ട് അങ്ങനെ ഇരിക്കാം. എന്തായാലും ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ നടന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നവീൻ വീണ്ടും വണ്ടിയിലിരുന്ന് ഫോണിൽ സംസാരിക്കാം. അവളെ ഞാൻ കൊണ്ടുവരുവടാ, അവളെ വേണ്ടത്ര ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയും ഞാൻ, നീ നോക്കിക്കോ, പിന്നെ അവളെ ആര് വേണമെങ്കിലും എടുത്തോട്ടെ, എനിക്ക് ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. എന്താ സംശയം, ഞാൻ അവളെ കൊണ്ടുവരും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അവളുടെ റിമോട്ട് കൺട്രോളേ ഇപ്പം എൻ്റെ കയ്യിലാണ്, ഞാൻ എന്തു പറയുന്നു ഇപ്പോൾ അവളത് അനുസരിക്കും. ആ ഒരവസ്ഥയിലേക്കാണ് ഞാൻ അവളെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതെന്തൊരു ചോദ്യമാടാ, അവളെ ഇപ്പം നമ്മുടെ പൊതു സ്വത്താ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. നിനക്ക് ഞാൻ അവളെ ഷെയർ ചെയ്യാതിരിക്കോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ നവീൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം സച്ചി വേണ്ട, നീ നിയന്ത്രിക്ക, വാടക കാറാണ്, തൽക്കാലം നീ അവനെ വിട്ടേക്കടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി തന്നെ ഇങ്ങനെ സ്വയം കൺട്രോൾ ചെയ്യുകയാണ്. അപ്പം നീ റൂം ബുക്ക് ചെയ്തല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് നവീൻ ഫോണിൽ ഇങ്ങനെ സംസാരിക്കാം. അങ്ങനെ നമ്മുടെ സച്ചി വണ്ടി ഓടിക്കുന്നു. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ എന്താടാ എന്ന് ചോദിച്ചു. അപ്പം നീ വേഗം വണ്ടി വിടടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നവീൻ പറയുന്നു. പിന്നെ നമ്മുടെ സച്ചി ദേഷ്യപ്പെട്ട് ഇവനിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ അച്ചമ്മയാണ്. അവിടെ എല്ലാം ഭയങ്കര ഭംഗിയായിട്ടൊക്കെ നടന്നു. അച്ചമ്മ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ രേവതിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. പെട്ടെന്ന് രവിയേട്ടൻ വന്നിട്ട് രേവതി എന്തെന്ന് ചോദിച്ചു. അപ്പോൾ രേവതി ഫോൺ വിളിച്ചപ്പോൾ അവൻ വേഗം വരുമെന്നും പറഞ്ഞെന്ന് പറഞ്ഞു. സച്ചിയുടെ കാര്യം അച്ചമ്മ ചോദിച്ചു. അങ്ങനെ അച്ചമ്മ അവരെ കാണാത്തതിൻ്റെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയം നീ എന്തിനാ ഇങ്ങനെയൊക്കെ ആ കുട്ടിയോട് സംസാരിച്ചത്, ആ കുട്ടിക്ക് എന്തോരം വിഷമമായി കാണും എന്നൊക്കെ ഭാമ ഇങ്ങനെ ചന്ദ്രമതിയോട് പറഞ്ഞപ്പം അവൾക്കങ്ങ് ഒരു വിഷമമായിട്ടൊന്നുമില്ല, അതൊക്കെ അവളുടെ അഭിനയമാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി എവിടെയെങ്കിലും പോട്ടെ നാശം, എൻ്റെ മോൻ്റെ കല്യാണത്തിന് അവളില്ലാതിരിക്കുന്നതാ നല്ലതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചന്ദ്രമതി പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി ഇങ്ങനെ ശ്രുതിയെ നോക്കുവാണ്, ശ്രുതിയെയും നോക്കുവാണ്. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക രണ്ടെണ്ണങ്ങളും കൂടി. അപ്പോൾ രേവതിയെ ഒരുപാട് വേദനിപ്പിക്കുക കേട്ടോ. അങ്ങനെ ഇവരിങ്ങനെ പോകുന്ന സമയത്ത് എത്താറായി എന്നൊക്കെ പറഞ്ഞ് നവി വണ്ടിയിൽ ഇരുന്ന് പറയുന്നു. എടാ, രണ്ട് കാലിൽ നിവർന്ന് നിന്നപ്പോഴേ അവളുടെ അഹങ്കാരം അങ്ങ് കൂടി, അത് അവൾ എൻ്റെ അടുത്ത് അങ്ങ് കാണിച്ചു. അവളുടെ അഹങ്കാരം ഇന്നത്തോടെ ഞാൻ തീർത്തിരിക്കും, ലോഡ്ജ് മുറിയിൽ ഞാൻ അത് തീർത്ത് കൊടുക്കും എന്നും പറഞ്ഞ് നവീൻ ഇങ്ങനെ എന്ന് പറഞ്ഞ് ചിരിക്കുക. അപ്പം നീ ഒന്ന് വെയിറ്റ് ചെയ്യടാ, ഞാനല്ലേ പറയുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി നമ്മുടെ സച്ചി അങ്ങോട്ടങ്ങ്
നിർത്തിയപ്പോഴേക്ക് ഇവൻ്റെ തല ചെന്ന് ഒരു ഒറ്റ ഇടിയ. അപ്പോൾ എന്തിനാണോ സഡൻ ബ്രേക്ക് ഇട്ടതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ് നവീൻ സച്ചിയോട്. അപ്പോൾ നീ ആളെ കൊല്ലുവോ എന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നു. നീ എന്തിനാടാ വണ്ടി ഇവിടെ നിർത്തിയതെന്ന് ചോദിച്ചപ്പം ഇവിടെ ഒരു ലിറ്റർ ശ്മശാനമുണ്ട്, നിന്നെ അവിടെ കൊണ്ടുപോയിട്ട് അങ്ങ് എരിച്ചു കളയാനാണെന്ന് നമ്മുടെ സച്ചി പറയുന്നു. എന്നിട്ട് സച്ചി വണ്ടിയിൽ നിന്ന് ചാടി അങ്ങ് ഇറങ്ങിയിട്ട് നമ്മുടെ നവീനെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടി. അപ്പം നീ വിളിക്കുമ്പോഴൊക്കെ ഇറങ്ങി വരാൻ ഏതവളാടാ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മുടെ സച്ചി അവനെ എടുത്തിട്ട് അടിച്ച് കൊല്ലുക. അപ്പോൾ ഇങ്ങനെ നിനക്ക് എന്തിനാടാ വല്ല പെണ്ണുങ്ങളുടെയും കാര്യം പറഞ്ഞാൽ രക്തം തിളയ്ക്കുന്നതെന്നൊക്കെ ചോദിച്ചു. നിന്റെ അമ്മയെ സഹോദരിയെ കുറിച്ച് ഞാൻ വല്ലതും പറഞ്ഞു എന്നൊക്കെ ചോദിച്ചപ്പോൾ എടാ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാടാ ഞാൻ, ഒരു പെണ്ണിനെ കുറിച്ച് മോശമായിട്ട് പറയുന്നത് എനിക്ക് കേട്ട് നിൽക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ സച്ചി നവീനോട് പറയുന്നു. ഇനി നീ ഒരു പെണ്ണിനെ കുറിച്ചും ഇങ്ങനെ പറയരുത് എന്നും പറഞ്ഞുകൊണ്ട് നവീനെ പെരുവഴിയിലിട്ട് അടിച്ച് തകർത്ത് കൊല്ലാക്കൊല കൊന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനും കൊണ്ട് നവീൻ അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ ഫോണിലേക്ക് അച്ഛൻ വിളിച്ചിട്ട് നീ ഇത് എവിടെയാ സച്ചി, നീ നേരത്തെ വരാമെന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എടാ മുഹൂർത്തമായി, ഇപ്പം തന്നെ താലികെട്ട് നടക്കും. അപ്പം ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട് അച്ഛാ. ഓട്ടം വിളിച്ച ഒരുത്തൻ ഫോണിൽ ഏതോ ഒരു പെണ്ണിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞു, എനിക്കത് സഹിച്ചില്ല, ഞാൻ അവനെ പിടിച്ച് ഇറക്കിയതാണെന്നൊക്കെ പറഞ്ഞ് പൊതിരെ തല്ലി അല്ലേ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ആ തല്ലി അവനെ ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. അവനെ പിടിക്കാനായിട്ട് പുറകെ ഓടുമ്പോഴാണ് അച്ഛൻ വിളിച്ചതെന്ന് പറഞ്ഞപ്പം നീ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാമെന്ന് വേഗം വരാവോ, പെട്ടെന്ന് വരണേ സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അങ്ങനെ നമ്മുടെ സച്ചി അച്ഛനോട് പറഞ്ഞു വേഗം വരാമെന്ന്. പിന്നെ താലികെട്ടിനുള്ള ആ ഒരു ചടങ്ങും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ രേവതി ആണെങ്കിൽ അപ്പുറം പോയി മാറി നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ആങ്ങളെ അങ്ങോട്ടേക്ക് വന്നു. ചേച്ചി ഇതിനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നത്, ഇതങ്ങനെ വിട്ടു കൊടുക്കാനൊന്നും പറ്റത്തില്ല, ചോദിച്ചാൽ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ശരത്ത് അത് ചോദിക്കാൻ പോകുമ്പോൾ ശരത്തിന് ഇവർ തടഞ്ഞു. പക്ഷേ ശരത്ത് അത് ചോദിക്കും എന്നുള്ള ഉറച്ച് ഇതിൽ പോവുക. അപ്പോൾ അച്ഛനോട് അത് പറയരുത് മോനെ, കാരണം എന്നോട് അവരങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അച്ഛനത് സഹിക്കാൻ കഴിയില്ല, ദേഷ്യം വരും, അച്ഛൻ ചോദിക്കും, അവിടെ പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ പറയുക. അപ്പം എന്തിനാ വെറുതെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി അപ്പോൾ പ്രശ്നം ആവട്ടെ അതല്ലേ ചേച്ചി നല്ലതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ വിധിയാണെന്നോർത്ത് സമാധാനിക്കാമെന്ന് പറഞ്ഞ് രേവതി അങ്ങനെ ആ ഒരു വിഷയം കണ്ടില്ല കേട്ടില്ലെന്നോർത്ത് അങ്ങനെ വിട്ടുകളയാനായിട്ട് തയ്യാറാകുന്നു കരഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തായാലും രേവതിയോട് ഈ ക്രൂരത കാണിച്ച് ചന്ദ്രമതിക്ക് തക്ക ശിക്ഷ തന്നെ കിട്ടും, അത് 100% ഉറപ്പാണ്. കിട്ടിക്കഴിഞ്ഞു. ശ്രുതി മരുമകളായതോടുകൂടി ചന്ദ്രമതി ബിഗ് സീറോ. എന്തായാലും ആ മണ്ഡപത്തിൽ കണ്ണുനീരോടുകൂടി നമ്മുടെ രേവതി ഇറങ്ങിപ്പോയപ്പോൾ ആ കണ്ണുനീരിനുള്ള വില അല്ലെങ്കിൽ ആ കണ്ണുനീരിനുള്ള മറുപടി അത് നമ്മുടെ ആശാത്തിയായ ചന്ദ്രമതി പറഞ്ഞേ മതിയാകൂ, അല്ലാതെ ഒരു രക്ഷയുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഏതായാലും നമ്മുടെ രേവതിക്ക് കട്ട സപ്പോർട്ടായിട്ട് അച്ചമ്മ നിൽപ്പുണ്ടല്ലോ. കള്ളക്കണ്ണീര് കൊണ്ട് രേവതിയെ ചീത്ത കേൾപ്പിച്ചതിന് ശ്രുതിക്കിട്ടൊരു കൊട്ട് നമ്മുടെ അച്ചമ്മ കൊടുത്തിട്ടാണ് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്നത്തേത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. വീണ്ടും വിശേഷങ്ങളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.